നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥി സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ വിജയിച്ചത്. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ആരംപറമ്പിൽ രാജുവിന്റെ മകൻ രഞ്ജിത്താണ് മരിച്ചത്. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATM പ്രവർത്തന സജ്ജമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡി ജോസഫിനെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥി സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ വിജയിച്ചത്. LDF-ലെ മുൻ ധാരണ പ്രകാരം 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി CPIM-ലെ സന്ധ്യ നൈസൺ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ആരംപറവിൽ രാജുവിന്റെ മകൻ രഞ്ജിത്താണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. രഞ്ജിത്ത് വെള്ളിക്കുളങ്ങരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ രഞ്ജിത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് തിരിക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മരണപ്പെട്ട രഞ്ജിത്ത് വെൽഡിംഗ് തൊഴിലാളിയാണ്. ചാലക്കുടി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതിരപ്പിള്ളിയിൽ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കണ്ണൻകുടി പിഴക്കേരി വീട്ടിൽ ഷിബുവിന്റെ കിണറ്റിൽ വീണ പുലിയെയാണ് വനംവകുപ്പിന്റെ ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത്. പുലർച്ചെ 3 മണിയോടെ കിണറ്റിൽ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കിണറ്റിൽ പുലി വീണ് കിടക്കുന്നത് കണ്ടത്. ഉടനെ വനപാലകരെ വിവരം അറിയിച്ചു. കിണറ്റിലേക്ക് ഏണി ഇറക്കി കൊടുത്തപ്പോൾ പുലി ഏണിയിൽ കയറി കരയ്ക്ക് കയറുകയായിരുന്നു. കണ്ണൻകുടി സ്റ്റേഷനിൽ നിന്നും ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് റാപ്പിഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പുലിയെ രക്ഷപ്പെടുത്തി. രക്ഷാദൗത്യത്തിൽ BFKO പ്രദീപ് കുമാർ, റെസ്ക്യൂ വാച്ചർ ഡിജിത് ദിവാകർ, കണ്ണൻകുടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PT രാജൻ, BFO-മാരായ J ടിനോ, സുനിൽകുമാർ, ബിജേഷ്, ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. BRC മാള ഓട്ടിസം സെന്റർ പ്രവേശനോത്സവവും സെൻസറിംഗ് റൂം ഉദ്ഘാടനവും നടന്നു. MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നൽകിയ ഏറ്റവും നിർദ്ദിഷ്ടമായുള്ള സന്തോഷത്തോടെ നമ്മുടെ മക്കൾക്ക് സമർപ്പിച്ച ഈ സെൻസറി റൂമിന് അവർക്ക് പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് വിജയകരമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി KB പദ്ധതി വിശദീകരണം നടത്തി. സെൻട്രൽ കേരള ICCI ഫൗണ്ടേഷൻ പ്രോജക്ട് ലീഡ് ലിയ രാജൻ സെൻസറി റൂം സമർപ്പണം നടത്തി. മാള ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സെബി H പെല്ലിശ്ശേരി, അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ഇക്ബാൽ, വാർഡ് മെമ്പർ രവി നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, വാർഡ് മെമ്പർ ടെസി ടൈറ്റസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മഞ്ജു ലക്ഷ്മി എന്നിവർ സന്നിഹിതരായിരുന്നു. സെൻട്രൽ കേരള ICCI ഫൗണ്ടേഷൻ 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സെൻസറി റൂം ക്രമീകരിച്ചിരിക്കുന്നത്. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATM പ്രവർത്തന സജ്ജമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംഘങ്ങളും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനകീയപരമായിട്ട് മാറുകയും അതുപോലെ തന്നെ ക്ഷീര കർഷകരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ജനകീയമായിട്ട് മാറണം. ഉദ്യോഗസ്ഥരും ജനങ്ങളും സംഘം ഭാരവാഹികളെല്ലാം തന്നെ ചെയ്യുമ്പോൾ മാത്രമേ
ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഗുണമേന്മയും അതോടൊപ്പം തന്നെ ക്ഷീരകർഷകർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുകയും യാതൊരു പട്ടിണിയും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് ക്ഷീരകർഷകർ മാറ്റപ്പെടും. MLAയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,75,648 രൂപ ഉപയോഗിച്ചാണ് മിൽക്ക് ATM വാങ്ങിയത്. ക്ഷീരസംഘം പ്രസിഡന്റ് PS രാജീവ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോനിൽ നിന്നും മുതിർന്ന കർഷക തങ്കമണിയമ്മ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കർഷക രാജേശ്വരി, പൂപ്പത്തി ക്ഷീരസംഘം ഓണറേറിയൻ സെക്രട്ടറി TR രമ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ ഷാൻഡി ജോസഫ്, പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാബു കൈതാരൻ, വാർഡ് മെമ്പർ MB സുരേഷ്, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ജൂണി ജോസ് റോഡ്രിക്സ്, CN സുധാർജുനൻ, VS ലക്ഷ്മണൻ, രാജേഷ് മോഹൻ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PK റാസിക് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ മുഖ്യാതിഥിയായി. സെക്രട്ടറി VR ഉല്ലാസ്, VV ഉണ്ണികൃഷ്ണൻ, ചന്ദ്രാപിന്നി യൂണിറ്റ് പ്രസിഡന്റ് UU രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥി സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ വിജയിച്ചത്. ചാലക്കുടി മേട്ടിപ്പാടത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ആരംപറമ്പിൽ രാജുവിന്റെ മകൻ രഞ്ജിത്താണ് മരിച്ചത്. പൊയ്യ പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ മിൽക്ക് ATM പ്രവർത്തന സജ്ജമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.